യെസ്, ഞാനും അവസാനം വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. ശരിക്കും ഞാൻ ഷോക്കായി. ശരിക്കും തീർക്കാൻ പറ്റും, എങ്ങനെയിട്ട് തീർക്കണമല്ലോ എന്ന് നമ്മൾ ഒരിക്കലും കുടിക്കരുത് കേട്ടോ. പക്ഷെ ഇത്രയും വയറിങ്ങനെ കുറയുന്നത് അത് 10 ദിവസത്തെ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് ഞാൻ വിചാരിച്ചും കൂടി ഇല്ല. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ പിഞ്ച് ഓഫ് ലവ് ബൈ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണോ? അല്ല. ഒരു ഹെയർ കെയർ വീഡിയോ ആണോ? അല്ല. പിന്നെന്താ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും? അതും അല്ല. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. യെസ്, ഞാനും അവസാനം വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. സംഭവം എന്താന്ന് വെച്ചാണ്ടല്ലോ, ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന സമയത്ത് വീട്ടിൽ നിറച്ചു കുമ്പളങ്ങ കറി വെച്ചു, കുമ്പളങ്ങ തോരൻ വെച്ചു, കുമ്പളങ്ങ പായസം വെച്ചു, എന്നിട്ട് കുമ്പളങ്ങ തീരുന്നില്ല. അപ്പോഴാണ് ഞാനൊരു യൂട്യൂബിൽ കണ്ടത് കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്, അത് വെയിറ്റ് ലോസ് നല്ലതാണ്, വയറ് കുറയാൻ നല്ലതാണ്, അതുപോലെ തന്നെ ശരീരത്തിലെ ഇംപ്യൂരിറ്റീസ് ഒക്കെ കളയാനും നല്ലതാണെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് പരീക്ഷ നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ 10 ദിവസം ഞാൻ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചു. ശരിക്കും ഞാൻ ഷോക്കായി. ശരിക്കും അതെന്താന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ കുമ്പളങ്ങ ജ്യൂസിലോട്ട് പോവാം. കുമ്പളങ്ങ ജ്യൂസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് എൻ്റെ വെയിറ്റ് കുറച്ചത് എന്ന് കാണിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കുറച്ച് കുമ്പളങ്ങ ജ്യൂസ് അല്ലെങ്കിൽ ആഷ് ഗാർഡിന്റെ ബെനിഫിറ്റ്സ് പറയാനുണ്ട്. അതായത് കുമ്പളങ്ങയിൽ ഒരുപാട് വാട്ടർ കണ്ടന്റും ലോ കലോറി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡൈജഷൻ ഭയങ്കര ഫാസ്റ്റ് ആക്കാനും വെയിറ്റ് പെട്ടെന്ന് കുറയ്ക്കാനും ഈ കുമ്പളങ്ങ ജ്യൂസിന് പറ്റും കേട്ടോ. കൂടാതെ ഇതിൽ ഒരുപാട് സോലുബിൾ ഫൈബർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറ് ഫുള്ളായ പോലെ ഫീലിംഗ് ആണ്. ഒരുപാട് നേരത്തേക്ക് നമുക്ക് വിശപ്പുന്ന സാധനമേ ഉണ്ടാവില്ല. കൂടാതെ ഇതിൽ വൈറ്റമിൻ സി ആൻഡ് ഫ്ലവനോയിഡ്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനും ഇത് വളരെയധികം സഹായിക്കും കേട്ടോ. നിങ്ങൾക്ക് അൾസർ അല്ലെങ്കിൽ മൗത്ത് അൾസർ, വായ പുണ്ണൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചു നോക്ക്. നല്ല വ്യത്യാസം നിങ്ങളുടെ ബോഡിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ കുമ്പളങ്ങ ജ്യൂസ് 10 ദിവസമാണ് ഞാൻ കുടിച്ചത്. ഓക്കെ, 10 ദിവസം കുടിക്കുന്നതിന്റെ ഡേ 1ന്റെ മുന്നുള്ള ദിവസം ഞാൻ എൻ്റെ വയറിന്റെ അളവും വെയിറ്റും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. 10 ദിവസം ഞാൻ കണ്ടിന്യൂസ്ലി കുടിച്ച ശേഷം 11 കഴിഞ്ഞ് 12ാമത്തെ ദിവസം ഞാൻ വെയിറ്റ് പിന്നെയും കാൽക്കുലേറ്റ് ചെയ്ത് വയറിന്റെ അളവ് നോക്കിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 12ാമത്തെ ദിവസം നോക്കി വെച്ചാൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞ് നമ്മുടെ ബോഡിയിലൊക്കെ ഒന്ന് അത് ആവണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 12ാമത്തെ ദിവസം ഞാൻ അളവെടുത്തത്. പക്ഷെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കാര്യങ്ങളോട് ഞാൻ ശ്രദ്ധിച്ചേർന്നു കേട്ടോ. അതായത് എന്താ എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം. ഓക്കെ, ഇതാണ് ഞാൻ ഡ്രിങ്ക് കുടിക്കുന്നേക്കാളും മുന്നുള്ള വെയിറ്റ് കേട്ടോ. 69.8 കിലോ ഉണ്ട്. ഇനി ഞാൻ എൻ്റെ വയറിൻ്റെ അളവും കൂടി എടുക്കുന്നുണ്ട്. വയറിൻ്റെ അളവ് പിന്നെ കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം നാട്ടിൽ വന്ന പിന്നെ നല്ല ഫുഡ് അടിയാണ്. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 39.5 ഇഞ്ചസ് ഉണ്ട് ഞാൻ ശരിക്കും. ഇനി നമുക്ക് നമ്മുടെ കുമ്പളങ്ങ ജ്യൂസിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ കുരു കളഞ്ഞ ശേഷം കുമ്പളങ്ങ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വയ്ക്കുക. എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ ഈ ഒരു കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് അരച്ച് കഴിയുമ്പോൾ ദാ ഈ ഒരു പാകത്തിലെത്തും. ഇനി നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് നമുക്കത് അരച്ചെടുക്കാം. ദാ അരച്ച ശേഷമുള്ള കുമ്പളങ്ങ ജ്യൂസാണ് ഇത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 10 ദിവസമാണ് ഞാൻ ഈ കുമ്പളങ്ങയുടെ ജ്യൂസ് കുടിച്ചിരുന്നത്. അപ്പോൾ ഈ 10 ദിവസം ഞാൻ വേറെ യാതൊരു വക എക്സസൈസും ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ടായിരുന്നു, കാരണം എൻ്റെ ഇളയ മോള് 1 വയസ്സായിട്ടുള്ളപ്പോൾ 1 വയസ്സുള്ള ആൾക്ക് ഫീഡ് ചെയ്യുന്ന ബ്രസ്റ്റ് ഫീഡിങ് ഞാൻ ചെയ്തിരുന്നു. വേറെ ഞാൻ യാതൊരു എക്സസൈസും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഭക്ഷണത്തിൻ്റെ ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഡയറ്റും ചെയ്തിട്ടില്ല. ഞാൻ നോർമലി കഴിക്കുന്ന പോലെ തന്നെ പക്ഷെ ഞാൻ അളവ് കുറച്ചിട്ടായിരുന്നു. അളവ് കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ഒരു ഇഡ്ഡലി ആണെങ്കിൽ ഞാൻ ഒരു 2 ഇഡ്ഡലി, ഉച്ചയ്ക്കാണെങ്കിൽ 1 കപ്പ് ചോറ്, വൈകുന്നേരം നമ്മൾ ചായയുടെ കൂടെ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും സ്നാക്സ്, വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സ്, ഡിന്നർ ഞാൻ ഒരു മാക്സിമം 7:30 മുന്നേ ഞാൻ എന്തായാലും കഴിച്ച് തീർക്കുമായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ചോറാണെങ്കിൽ ഒരു 1/2 കപ്പ് ചോറ്, അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ഒരു 1-1.5 ചപ്പാത്തി, അത്രയും ഞാൻ കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു മെനു, എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട്. ഡയറ്റ് വളരെ
ക്വാണ്ടിറ്റി കുറഞ്ഞ ഭക്ഷണമായിരുന്നു. എക്സസൈസ് നോ എക്സസൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഷുഗർ ഐറ്റംസ് കഴിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ സ്പെഷ്യലായിട്ട് ഐസ്ക്രീംസോ അങ്ങനെ മധുരം ജിലേബി പോലത്തെ ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ വീട്ടിൽ ഇതിൻ്റെ ഇടയ്ക്കോ ദിവസങ്ങളിൽ പഴംപൊരി ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം അതൊക്കെ ഞാൻ 1 കഷ്ണം 2 കഷ്ണമൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ വേറെ പുറത്തുനിന്നുള്ള ഫുഡ്സ് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഈ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചിരുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ വെറും വയറ്റിലാണ് ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചിരുന്നത്. അതായത് 8 മണിക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെങ്കിൽ ഒരു 7:30 7:15 ആകുമ്പോഴേക്കും ഞാൻ ഈ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താ എനിക്കൊരു ഗുണം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുമ്പളങ്ങ ജ്യൂസിൽ ഒരുപാട് സോല്യൂബിൾ ഫൈബർ ഉണ്ട്. അപ്പോൾ ഇത് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വയറ് ഫുള്ളായ പോലെ ഫീൽ ചെയ്യും. നമുക്ക് ഒരുപാട് നേരത്തേക്ക് നമുക്ക് വിശപ്പുന്ന സാധനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കലോറീസ് കഴിക്കുന്ന ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ നോർമലി ഒരു 3-4 ഇഡ്ഡലി അല്ലെങ്കിൽ 4 ചപ്പാത്തിയൊക്കെ കഴിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ കുമ്പളങ്ങ ജ്യൂസ് കുടിച്ചിരുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്നാമത്തെ വയറ് ഫുള്ളായത് കൊണ്ട് തന്നെ ഞാനൊരു 1.5 അല്ലെങ്കിൽ മാക്സിമം 2 ഇഡ്ഡലി 2 ചപ്പാത്തിയൊക്കെ ഞാൻ കഴിച്ചിരുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ ഒരിക്കലും ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് നമ്മൾ ശ്വാസം വിടാതെ കുടിച്ച് തീർക്കാൻ പറ്റും. എങ്ങനെയിട്ട് തീർക്കണമല്ലോ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കുടിക്കരുത് കേട്ടോ. കാരണം നമ്മൾ ആ സ്പീഡിൽ കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി അതുപോലെ ആ സ്പീഡിൽ തന്നെ അത് പുറത്തേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്തിടും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിപ്പ് നമ്മൾ അറിഞ്ഞ് വേണം പതുക്കെ സിപ്പ് ചെയ്തിട്ട് വേണം കുടിക്കാനായിട്ട്. കാരണം നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഒരു ബേസിക് ആസിഡിക് നേച്ചറാണ്, ആസിഡിറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ തുപ്പലം സലൈവ എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ്. അപ്പൊ തുപ്പലമാണ് നമ്മുടെ വയറിനെ അസിഡിക് അല്ലാതെ ഒരു സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ ഓരോ സിപ്പ് നമ്മൾ കുടിക്കുമ്പോഴും നമ്മുടെ തുപ്പലം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ആ ഒരു ജ്യൂസ് വയറ്റിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഡൈജഷന്റെ പ്രശ്നമോ ഒരു ഗ്യാസിന്റെയോ ബ്ലോട്ടിങ്ങിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതെല്ലാം നമ്മളിങ്ങനെ ഒറ്റയടിക്കുന്ന കൂളൂന്ന് ശ്വാസം വിടാതെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ തുപ്പലൊന്നും ചേരാണ്ട് നേരെ വയറ്റി പോയി പിന്നെ നമുക്ക് ഡൈജഷന്റെ പ്രശ്നം വരും, പിന്നെ ഗ്യാസ് വരും. ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങൾക്ക് കുമ്പളങ്ങ ജ്യൂസ് ഇങ്ങനെ തീറ്റി വരുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോ സിപ്പും നമ്മൾ അറിഞ്ഞു വേണം കുടിക്കാനായിട്ട്. മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുമ്പോൾ കുമ്പളങ്ങ ജ്യൂസ് മാത്രമല്ല നമ്മൾ എന്തൊരു ഫ്ലൂയിഡ് ആയാലും നമ്മൾ പച്ചവെള്ളമായാലും ഓറഞ്ച് ജ്യൂസ് ആയാലും എന്ത് കാര്യമായാലും നമ്മൾ കുടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇരുന്ന് വേണം കുടിക്കാനായിട്ട്. നിങ്ങൾ പലവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ അറിയില്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിന്നാണ് കുടിക്കുന്നെങ്കിൽ നമ്മുടെ ഈ കിഡ്നിക്ക് ഈ ഒരു വാട്ടറിനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കൂടാതെ നമ്മൾ നിന്ന് കുടിക്കുന്ന സമയത്ത് നമ്മുടെ മസിൽസും നെർവ്സും എല്ലാം അങ്ങനെ റിലാക്സ്ഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ കുടിക്കുന്ന സമയത്ത് നമ്മുടെ നെർവ്സിന് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഡൈജഷന്റെ പ്രശ്നങ്ങൾ, ബ്ലോട്ടിങ്, ഗ്യാസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കുടിക്കുമ്പോൾ കുമ്പളങ്ങ ജ്യൂസ് മാത്രമല്ല നമ്മൾ എന്ത് വെള്ളമായാലും കുടിക്കുമ്പോൾ നമ്മളിപ്പം ഇരുന്നിട്ട് കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 10 ദിവസം കുമ്പളങ്ങ ജ്യൂസ് കണ്ടിന്യൂസ്ലി കുടിച്ച ശേഷം 12ാമത്തെ ദിവസമാണ് ഞാൻ അളവെടുക്കുന്നത്. 68.3, അതായത് 1.5 കിലോയോളം ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് വിത്തൗട്ട് എനി എക്സസൈസ് ഓർ എനി ഡയറ്റ്. ഇനി വയറിൻ്റെയും കൂടി നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ ജ്യൂസ് കുടിക്കുന്നതിനേക്കാളും മുൻപ് നമ്മുടെ വയറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 39.5 ആയിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ വയർ എന്നുള്ളത് 36.5 ആയി. അതായത് 3 ഇഞ്ചോളം എൻ്റെ വയർ കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ 10 ദിവസം കുടിച്ച് കഴിഞ്ഞുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ. ഇങ്ങനെ വെയിറ്റ് കുറയും അല്ലെങ്കിൽ ഇങ്ങനെ വയറ് കുറയും. പ്രത്യേകിച്ച് വയറായിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചുരിദാറൊക്കെ ഇടുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് മാത്രം ഇങ്ങനെ തള്ളിക്കുന്ന പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും. പക്ഷെ ഇത്രയും വയറ് ഇങ്ങനെ കുറയുന്നത് അത് 10 ദിവസത്തെ കുമ്പളങ്ങ ജ്യൂസ് കുടിക്കുന്നത് ഞാൻ വിചാരിച്ചും കൂടി ഇല്ല. അതുകൊണ്ട് ഐ എം വെരി ഹാപ്പി. ആൻഡ് ഐ എം വെരി ഹാപ്പി. കാരണം എന്ന് വെച്ചാൽ ഒരു എക്സസൈസോ ഒരു ഡയറ്റ് ഇല്ലാണ്ടാണ് ഞാൻ ഇത്രയും വണ്ണം കുറച്ചത്. ഞാൻ പണ്ടൊക്കെ തലകുത്തി മറിഞ്ഞ് ഞാൻ വണ്ണം കുറയ്ക്കാൻ നോക്കിയാൽ നടന്നിട്ടില്ല. അപ്പോൾ ജ്യൂസ് കുടിച്ച് ഇങ്ങനെ വണ്ണം കുറയുന്നത് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വെയിറ്റ് ലോസ് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ജ്യൂസ് കുടിക്കുക. കൂടെ നിങ്ങൾ ഡയറ്റും നിങ്ങൾ എക്സസൈസും ചെയ്യുകയാണെങ്കിൽ
ഇത്രയല്ല, നിങ്ങൾക്ക് ഒരുപാട് ഒരു 10 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 കിലോ ഒക്കെ കുറഞ്ഞെന്ന് വരും കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഇതിൽ യാതൊരു വിഷാംശങ്ങളില്ല. എന്താ പറയുക, പച്ചക്കറിയാണ്, ജ്യൂസാണ്, നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, വെയിറ്റ് ലോസ് നല്ലതാണ്, ബോഡി ഡീടോക്സിഫിക്കേഷന് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് എന്തായാലും കുടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ കസിൻസോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.